സ്ഥലത്ത് ഞങ്ങൾ 5 ഇടിച്ച് കയറിയിട്ട് ഇപ്പൊ ഈ ഒച്ചപ്പാടും ഫസ്റ്റ് ചാടി കയറിയെ കൊണ്ടാ കിട്ടിയത്. ഞാനാണ് ഇതിന്റെ അതിലെത്തിയിട്ടില്ല. കുറച്ച് ഫുള്ള് ആൾക്കാരാണ്. ഞാനിപ്പുറവും അവളപ്പുറം ഇതേപോലെ കിടക്കുന്നുണ്ട്. ആരും വന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഉള്ളത്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്നാണ് നമ്മളെ വീണ്ടും ഒരു യാത്ര ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന്, അതായത് ഒരു സ്ഥലം കൊല്ലത്തുനിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തു നിന്നും. അപ്പോൾ കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ആസാമിലേക്ക് വരാം. അതായത് ഒരു ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, എല്ലാം ജനറലി മാറി കയറിക്കൊണ്ടുള്ള വരവാണ്. ചിലപ്പോൾ 4 ദിവസം എടുക്കും, 5 ദിവസം എടുക്കും. നമ്മളൊരു ചത്ത് വന്നതാണ്. പക്ഷേ സ്ലീപ്പറിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്താണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വിവേക് എക്സ്പ്രസ് ഒക്കെ. അപ്പോൾ നമ്മളെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോൻ്റെ അകത്ത് ഉണ്ടാകുക. അപ്പോൾ ട്രെയിനൊക്കെ മാറിയിട്ട് നമുക്ക് കിടക്കാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ, അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് യെസ്, നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങാൻ പോവാണ്. ഇപ്പം ഞാനുള്ളത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ജനറലിലൊക്കെ കയറി ആസാം വരെ ട്രെയിനിൽ പോകാൻ വേണ്ടി പോകുന്നത്. ഇതാ നമ്മളെ ട്രെയിനാണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. പ്ലാറ്റ്ഫോം നമ്പർ 3 വരുന്നത് പറഞ്ഞത്. ശരിക്ക് ഇവിടുന്ന് അനന്തപുരി എന്ന് പറഞ്ഞ ട്രെയിനുണ്ട്, താമ്പരം വരെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് താമ്പരത്ത് നിന്ന് നമ്മൾ മാറിയിട്ട് അടുത്ത ട്രെയിൻ കയറും. താമ്പരത്ത് നിന്ന് ഒരു അന്ത്യോദയ എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട് ഹൗറയിലേക്ക് പോകുന്നത്. ബുധനാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ, ഫുള്ള് ജനറലായിരിക്കും. അപ്പോൾ അതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ 3 മണിക്കാട്ടോ ട്രെയിൻ വരിക. ചിലപ്പോൾ ഇവിടെ നിർത്തിയിട്ട ട്രെയിൻ തന്നെ ആയിരിക്കും, ഒന്നും ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ബാക്കി പോകുന്ന അതിനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം. ഈ നിർത്തിയിട്ടിരിക്കുന്ന കേട്ടോ നമ്മുടെ ട്രെയിന്. മുമ്പിലാണ് ജനറൽ ക്ലാസ് ഉള്ളത്. അപ്പോൾ അതിലെവിടെയെങ്കിലും കയറി നമുക്ക് പറ്റാം. പണിയായിരിക്കും. ഇപ്പം കയറിയിട്ടില്ലേ സീറ്റൊന്നും കിട്ടില്ല. ട്രെയിനിലങ്ങനെ 5 സ്ഥാനം പിടിച്ചിരിക്കുക കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സൈഡിലിരിക്കുക. ബാക്കി എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ ആൾക്കാരാണ് ട്രെയിനിൻ്റെ അകത്ത്. അതുപോലെ ഏതോ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുക. അത്രക്കും ജനങ്ങളുണ്ട്. അങ്ങോട്ടൊക്കെ സ്ലീപ്പർ ഏരിയ. നമ്മൾ ഏറ്റവും ബേക്കിലാട്ടുള്ളത്, ഫ്രണ്ടിലല്ല. നാളെ രാവിലെ ആട്ടോ ചെന്നൈ എത്തുള്ളൂ. അതും താമ്പരത്ത് നമ്മളുള്ളത് ഈ ഒരു ഭാഗത്ത് നമ്മളുള്ള ഏറ്റവും ബേക്കിൽ. താമ്പരത്ത് നിന്നാണ് നമുക്ക് മറ്റേ ട്രെയിനുള്ളത്. മഴക്കാറാട്ടോ, നല്ല മഴക്കാറ്. എന്ത് പറയുന്നു, എല്ലാ സ്ഥലത്തും നിർത്തിയാണ് പോകുന്നത്. ഏതോ ട്രെയിന് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മഴക്കാറുണ്ട്, മഴയ്ക്ക് നല്ല ഡൗട്ടുണ്ട്. എങ്ങോട്ടേക്ക് പോകുന്ന ട്രെയിനാട്ടോ. സെക്കൻഡ് ക്ലാസ്സിലൊക്കെ ആള് കുറവാണ്. സെക്കൻഡ് ക്ലാസ്സിലൊക്കെ നല്ല ആള് കുറവാണ് അതിൻ്റെ അകത്ത്. അമീന എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റ് നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വായിച്ചു നോക്കായിരുന്നു. നാഗർകോവിൽ, കന്യാകുമാരി, പുനലൂരേക്ക് പോകുന്ന ട്രെയിനാട്ടോ ഇത്. മൊത്തം ജനറല്ല, മറ്റേ അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരില്ലാത്തത്. നമ്മളതിൻ്റെ അകത്ത് ഫുൾ ആൾക്കാരായിരുന്നു. തമിഴ്നാട്ടിലെ മഴക്കാറിൻ്റെ ഇടയിൽ യാത്ര. ഫുള്ള് മഴക്കാറാണ് ഇവിടെ. പിന്നെ തെങ്ങിൻ തോപ്പുകളുണ്ട് ഇഷ്ടംപോലെ. ഇന്നും അതേ കാലാവസ്ഥയാണ്. ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് മഴക്കാറാണ്. പക്ഷെ പച്ചപ്പൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആശ്രയിച്ചാട്ടോ പോകുന്നത്. മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. നോക്കിക്ക്, മഴ, നല്ല മഴ. ഇനിയിപ്പം ഇവിടെ എല്ലാം വെള്ളമാവും, ഫുള്ള് വെള്ളമാവും. താത്തട്ടെ വേഗത്തിൽ. ഇവിടെ ഒരു കറുവാട്ടോ, ഇത് വലിയൊരു കറുവാണ്. ഇങ്ങനെ കറങ്ങി അങ്ങ് പോവാട്ടോ. നാഗർകോവിലായിട്ടാണ് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. അപ്പം അങ്ങോട്ട് ഇങ്ങനെ വലിയൊരു കറുവായത്. ഇവിടെ മഴ പെയ്തിട്ട് എല്ലാവരും വെച്ചിരുന്നു. അതിലെത്തിയിട്ടില്ല. കുറച്ച് ഫുള്ള് ആൾക്കാരാണ്. ഇങ്ങനെ കിടക്കുക. നമ്മൾ ചെന്നൈയിൽ വന്നിറങ്ങിയ അവിടെ തന്നെ ഇവിടെ ട്രെയിൻ വന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. സന്ത്രാഗാച്ചി എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ജനറൽ കോച്ചുള്ളൊരു ട്രെയിനാണിത്.
നമ്മൾ ഓൾറെഡി മുമ്പിൽ സീറ്റൊക്കെ പിടിച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാട്ടോ. ഫുള്ള് നോർത്തിലേക്ക് ഹൗറൊക്കെ പോകുന്ന ആൾക്കാർ മൊത്തം ഇതിലാണ് പോവുക. ഭയങ്കര ജനമായിരിക്കും അത്. പക്ഷെ നമുക്ക് എങ്ങനെയൊക്കെ ഇരുന്നൊക്കെ പോകാൻ പറ്റും. ഞാൻ മുമ്പിലുള്ള എത്തിയിട്ട് സീറ്റൊക്കെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതൊക്കെ. ഒരാൾക്ക് രണ്ടാൾക്കും കൂടി 940 രൂപ ഫുള്ളാണ് ഇവിടെ കേട്ടോ. ട്രെയിന് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുഷനുള്ള സീറ്റ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റും ഒരാൾക്ക്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിലൊക്കെ കയറിയിരിക്കുന്നത്. ബേക്കിലും എല്ലാ ഭാഗത്തും സീറ്റുണ്ട് കേട്ടോ. അതാണ് ഈ അന്ത്യോദയ എക്സ്പ്രസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിലാണ് നമ്മളതിന് 27 മണിക്കൂർ കഴിച്ചു കൂട്ടാൻ പോകുന്നത്. ട്രെയിനങ്ങനെ വന്നിട്ട് വിജയവാഡ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബെർത്തിൻ്റെ മുകളിൽ തന്നെയാണ് കിടക്കുന്നത്. ആൾക്കാരൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ എന്നാലും നമുക്ക് മുകളിൽ കിടക്കാനുള്ളൊരു സൗകര്യം ഇല്ലാത്തുണ്ട് കേട്ടോ. ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. കുറേ ആൾക്കാരുണ്ട്. ഫുള്ള് ജനറൽ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടിയത്. ഇല്ലെങ്കിൽ പെട്ടുപോയി. ഫുള്ള് ആൾക്കാരാണ്. ഇപ്പം വിജയവാഡയിലാണ് ഉള്ളത്. ഇനി ഇപ്പം 3 മണിയായിട്ടേ ഉള്ളൂ. നമ്മൾ 6 മണിക്കോ 5:30 എങ്ങാനും കയറിയതാണ് ട്രെയിനിൽ. ഇവിടെ തന്നെയാട്ടോ നമ്മൾ കിടക്കാൻ നോക്കിയാൽ ബെർത്തിൻ്റെ മുകളിൽ 5 ഇരിക്കുന്നതായത്. എന്നാൽ കുരങ്ങനാണ് ഇങ്ങനെ ഇരിക്കാൻ. ഇതിലൊക്കെ ഇതേപോലെ സീറ്റിനോടൊക്കെ ഓരോ ആൾക്കാരാട്ടോ ഇരിക്കുന്നത്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ട്രെയിനാണ്. ഇനി ഹൗറ എത്തുന്നേരം അറിയാൻ പറ്റും. ഇനി വിശാഖപട്ടണവും ഒഡീസയും കൂടി കഴിയാനുണ്ട്. അത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ള ആൾക്കാരുണ്ടാവും. താഴെയുള്ള ആൾക്കാരാട്ടോ ഇതൊക്കെ. അടുത്ത ദിവസം രാവിലെയായി. ഞങ്ങൾക്ക് ഈ സീറ്റ് ഇല്ല കേട്ടോ. വേറെ മാറിയിട്ടൊന്നുമില്ല. ഞാനിപ്പുറവും അവളപ്പുറം ഇതേപോലെ കിടക്കുന്നുണ്ട്. ആരും വന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല കേട്ടോ. താഴെയൊക്കെ ആൾക്കാർ കുറവാണ്. ഇനിയിപ്പം നമ്മൾ ഹൗറ എത്താറായി. ഹൗറയല്ല, സന്ത്രകാച്ചി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് കൊൽക്കത്തയിൽ തന്നെ ഉള്ളത്. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആൾക്കാരൊക്കെ വളരെ കുറവുള്ള ട്രെയിനാണ് ഇത്. അണ്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുക കേട്ടോ. അതിന് സന്ത്രകാച്ചി എത്താൻ 2 സ്റ്റോപ്പും കൂടിയുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇവിടെ പിടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റുകളൊക്കെ ഇത് നോക്കിക്കുക. എന്ത് വേസ്റ്റല്ലേ പുറത്ത് വൃത്തികേടാ. പക്ഷേ ചില കോച്ചിൽ മാത്രം നല്ല ടോയ്ലറ്റുകളൊക്കെ കേട്ടോ. ചിലതിൽ മാത്രം. ബാക്കി എല്ലാ ഈ കോച്ചിലും കണക്കാണ്. വൃത്തികേടായി കിടക്കുക. വെള്ളം പോലും ഇല്ല ചില കോച്ചിലൊന്നും. ഞങ്ങളപ്പോൾ ഈ അൻഡുൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഇവിടെ ഇറങ്ങി മറ്റേ ട്രെയിൻ പോയി കേട്ടോ. ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ കിട്ടും. അപ്പോൾ അവർക്ക് വെറുതെ അങ്ങോട്ട് പോയിട്ട് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ തന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ ട്രെയിനിന് വേണ്ടിയിട്ട്. ഇതാട്ടോ നമുക്ക് ഹൗറ വരെ പോകാനുള്ള ലോക്കൽ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ആൾക്കാരാണ്. ഈ ലോക്കൽ ട്രെയിൻ വരെ ഫുള്ള് ജനങ്ങളെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ നിൽക്കുന്നിടത്ത് ആരും നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ആരും കയറില്ല എന്ന് തോന്നുന്നു. 3/4 മണിക്കൂറായിട്ടുണ്ട് ഇവിടുന്ന്. 12:40 ഹൗറത്തെന്നാണ് പറയുന്നത്. ഫുള്ള് ആൾക്കാരാട്ടോ. ഹൗറ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് അടുത്ത ട്രെയിൻ 4:05-നാണ്. അതുവരെ ഫുഡൊക്കെ കഴിച്ചിട്ട് വരണം. കുറേ ട്രെയിൻ ഉണ്ട് കേട്ടോ. 17 പ്ലാറ്റ്ഫോമാരുണ്ട് ഇവിടെ. ഫുൾ ട്രെയിനുകൾ എല്ലാ ഭാഗത്തേക്ക് പോകാനുള്ള ട്രെയിനുകളൊക്കെ കിട്ടും. ഞങ്ങളങ്ങനെ അടുത്ത ട്രെയിന് വേണ്ടി നിൽക്കുക കേട്ടോ. സരേഗഡ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിൻ ഉണ്ട് ഹൗറ. ഇതാ ഈ ഒരു പ്ലാറ്റ്ഫോം 9-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗുവാഹട്ടി വരെയാണ് ട്രെയിൻ പോകുന്നത്. 18 മണിക്കൂർ എടുക്കും. ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് എത്രയാണെന്ന് അറിയില്ല. രണ്ടാൾക്കും കൂടിയിട്ട് 590 രൂപയായിട്ടാണ് വാങ്ങിയത്. അതായത് 270, 280, അത്ര പൈസ വരുന്നുണ്ട്. ഇതാ ഇവിടെയൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വേറെ ഇങ്ങോട്ടേക്ക് പോകേണ്ടി കേട്ടോ. ഭയങ്കര ജനത്തിരക്കാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും. എന്താല്ലേ ഇനിയിപ്പം ഇവിടെ ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റി ഇതിൽ തിരക്കുണ്ടോന്നൊക്കെ. ഞങ്ങൾ ലാസ്റ്റ് പ്രാവശ്യം ഈ ഒരു ട്രെയിനിലായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത് ഗുവാഹട്ടിയിൽ നിന്ന്. അപ്പോഴൊന്നും ട്രെയിനിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്തായാലും നമുക്ക് കണ്ടറിയാം. അഞ്ചു തളർന്നോ? ജനറലിൽ വന്നിട്ട് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ സ്ലീപ്പർ പോലെ വന്നില്ല കിടന്നുറങ്ങിയിട്ട്. അതുണ്ടാവും. 4 ദിവസം ട്രെയിനിൽ കിടന്നാൽ പിന്നെ ചെളി ഉണ്ടാവില്ലേ. ട്രെയിന് കാത്തിരിക്കുകയാണ്. ഫൈനലി ട്രെയിനിൽ കയറി കേട്ടോ. അടിച്ച് കയറിയതാണ്. 5 രൂപയ്ക്ക് ചത്ത്. ഇതിന്റെ മോൾ ഇതേപോലെ തന്നെയുള്ള ബെർത്ത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾ 2 പേരും കൂടി ഇതിൽ ഷെയർ ചെയ്ത് കിടക്കാൻ വിചാരിച്ച്. ബാക്കി മൊത്തം ആൾക്കാരാട്ടോ. എല്ലാ സ്ഥലത്തും ആൾക്കാരാണ്. ഫസ്റ്റ് ചാടി കയറിയെ കൊണ്ടാണ് കിട്ടിയത്. ഞാനാണ് ഇതിന്റെ സാധനം അയച്ചു കൊടുത്തത്. ഡോറിന്റെ സാധനം ഞാൻ അയച്ചേ. എന്നിട്ട് ഫസ്റ്റ് തന്നെ അടിച്ചു കയറി. എൻ്റെ മോനെ എന്ത് തിരക്കാന്നറിയാവോ. ഒച്ചപ്പാടും പാടും മാത്രമാണ് ഈ ട്രെയിനിൽ. ഇപ്പോഴും ഒച്ചപ്പാടും പാടും മാത്രമാണ്. അടിയോടടിയാ.
സ്റ്റോപ്പിലെത്തിയാൽ തന്നെ ഫുള്ള് ജനങ്ങളായിട്ടോ, നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായി. ഫുള്ള് ഒച്ചപ്പാടും തോന്നുന്നു. എവിടൊക്കെയോ അടിയോ ഒച്ചപ്പാടൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഒരു സീനായിട്ട് പോകുന്നു ഇപ്പം ട്രെയിന്. ഭയങ്കര ജനം. ഇതാണ് അവസ്ഥ ഇവിടുത്തെ ട്രെയിനിൻ്റെ. മാൾഡ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ മൊത്തം കുറഞ്ഞ് ഈ മാൾഡയിലേക്കുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. ഇനിയിപ്പോൾ 2 സ്റ്റോപ്പും കൂടി ഉണ്ട്. കിഷൻഗഞ്ച് എന്ന് പറഞ്ഞതും പിന്നെ ന്യൂ ജയിൽപേഗുരി. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ പറ്റും. പക്ഷേ എല്ലാവരും ഇതുപോലെ തന്നെ സിംഗിളിലാട്ടോ കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സീനില്ല. എന്നിട്ട് രാവിലെ കാണാം. ഇല്ലെങ്കിൽ ആൾക്കാരായിട്ട് തല്ലി എന്തെങ്കിലും സീനുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഫൈനലി ഇപ്പോൾ ബൊങ്കായിഗാവ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് വരുന്നത്. ഇവിടെയാണ് ബൊങ്കായിഗാവ്. ഇവിടെ നമ്മൾ നേരെ പ്ലാൻ മാറ്റി ഗുവാഹട്ടിക്ക് പോവാതെ സ്ട്രെയിറ്റ് നമ്മൾ നോർത്ത് ലക്കിംപൂരിലേക്ക് പോകണം. നമ്മളത് സൈക്കിളല്ലാണ്ട് വേറെ തന്നെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിലോട്ടേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. ഇവിടെ ലോക്കൽ ട്രെയിൻ ഉണ്ട്, അത് പിടിച്ചിട്ട് റംഗിയ വരെ പോകും. റംഗിയെന്ന് വേറെ ട്രെയിൻ പിടിച്ചിട്ടാട്ടോ പോകുന്നത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ലോക്കൽ ട്രെയിനാണ്. ഇവിടെ 4 ആൾക്ക് സീറ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ 4 ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ 5 ഇടിച്ച് കയറിയിട്ട് കണ്ടോ. ഇവിടുത്തെ ആൾക്കാരാണിത്. നമ്മളിപ്പം പുറത്ത് വന്നാൽ നല്ല സ്വഭാവമാണെങ്കിൽ അവിടെ ഒരാൾ ഇവർ 4 ആൾക്കാരാട്ടോ. ഭയങ്കര സാധനങ്ങളാണ്. മുമ്പിൽ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് അവിടെ ഇരിക്കാണ്ട് ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കാം. ഭയങ്കര ആൾക്കാരാട്ടോ. ഞാൻ ഈ കാണിച്ചത് സീറ്റിൻ്റെ പേരിലാണെങ്കിൽ കോട്ടയം നോക്കാം അല്ലേ. നമ്മളിങ്ങനെ കാലെടുത്ത് മുകളിൽ വെച്ചതിൻ്റെ പേരിൽ അയാൾ വന്നവർ തന്നെ കാല് പിടിച്ചിട്ട് തള്ളി മാറ്റിയത്. അതിൻ്റെ ഒരു കൂസലില്ലാണ്ട് അവിടെ ഇരിക്കുക. ഞങ്ങൾ നോക്കാൻ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ കാല് കയറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ കാലിങ്ങനെ ബുക്ക് ചെയ്താൽ ഒരു കൂസലില്ലാണ്ട് ഞാൻ കാലും തട്ടി മാറ്റി. ഇവിടെ കാലും തട്ടി മാറ്റിയിട്ട് അവിടെ മുട്ട് പോലെ ഇരുന്നിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ശരിക്കും സൈക്കിൾ പോകുന്ന സമയത്തൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ഇങ്ങനെ അറിയാൻ തുടങ്ങിയത് നമ്മൾ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത്. മറ്റേ നമ്മൾ കണ്ടിട്ട് നമ്മളൊക്കെ വിളിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴാണ് ശരിക്കുള്ള ഒരു ഇതൊക്കെ കാണാൻ തുടങ്ങിയത്. നമ്മൾ എല്ലാം കണക്കാം, ഒരു കാര്യമില്ല. അതായത് നമുക്ക് ഇനി എന്താണെന്ന് അറിയാമെന്നില്ല. അതെ, കാലൊക്കെ പിടിച്ച് തട്ടി മാറ്റിയിട്ട് ഇങ്ങനെ പെരുമാറൊന്നും അറിയില്ല. നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനത്തെ രീതിയിലൊന്നും അല്ലാണ്ടായിരുന്നു. എണീറ്റ് പോയതായിപ്പോൾ ഈ സംഭവം വീഡിയോ എടുക്കുന്ന സമയത്ത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഞങ്ങളിവിടെ റാങ്കിയ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ടതാട്ടോ. ഒരു ബാംഗ്ലൂരിൽ നിന്നുള്ള ട്രെയിൻ വന്നതാണ്. ഇത് ഇപ്പം പോകുന്നത് കാലിയായിട്ടാട്ടോ. നോക്കിയാൽ ഫുള്ള് കാലി. പക്ഷേ സ്ലീപ്പറിലും ജനറലിലും എല്ലാം കാലിയാണ്. ഇപ്പോൾ ആൾക്കാർ ഇറങ്ങിയത് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോയി. ഈ ട്രെയിനിലുള്ള മൊത്തം ആൾക്കാർ ഇവിടെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അമ്മാതിരി ജനത്തിരക്കാണ്. ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കേൾക്കുന്നുണ്ടോ? ഇവർ മുഴുവനും ആ ട്രെയിനിൽ വന്നിറങ്ങിയതാണ്. അങ്ങനെ കാണാൻ പറ്റും. ഫുൾ ഒച്ചപ്പാടും പറഞ്ഞു. സൈലൻ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഒരാളും മനുഷ്യനില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ്. ഫുള്ള് സൗണ്ടും ബഹളമായിട്ട് ജനങ്ങളായി മാറിയിരിക്കുക ഈ റെയിൽവേ സ്റ്റേഷനിൽ. എന്താ അല്ലേ, ആൾക്കാരൊക്കെ തലയിലൊക്കെ സാധനം ചുമന്നുകൊണ്ട് പോകാട്ടോ. ഇതെല്ലാം ബാംഗ്ലൂരിൽ നിന്ന ആളാണ്. എന്തോരം ജനങ്ങളാണ്. എനിക്ക് എത്ര ട്രെയിൻ ഉണ്ടെങ്കിലും മതിയാവില്ല. കാരണം അത്രയ്ക്കും ആൾക്കാർ ഇവിടെയൊക്കെ വർക്കിന് പോകുന്നതുകൊണ്ട് എത്ര ട്രെയിൻ ഉണ്ടെങ്കിലും എല്ലാ ട്രെയിനും ഇതുപോലെ തന്നെ അവസ്ഥ. നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് വരാനൊക്കെ നമ്മൾ ചിന്തിക്കുന്നേരം വരാനൊന്നും പറ്റില്ല. അമ്മാതിരി ആൾക്കാരാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരിക. ഇവരൊക്കെ 3 മാസം മുമ്പൊക്കെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരുന്നത്. എന്നിട്ടും ഇത്രയും ജനങ്ങൾ തിരക്കാണ് ഈ ട്രെയിനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2 years ഒക്കെ എടുത്താലും നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരാൻ പറ്റുള്ളൂ. 3 years വരെ ജനങ്ങളാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ അവസ്ഥ എന്താണോ. നമ്മളിപ്പം ജനറൽ വന്നതിനെ കൊണ്ടാണ് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത്. അഞ്ജു, എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ജു യാത്രാ വിവരണം? ഒന്നും പറയാനില്ല. എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല എങ്ങനെ ഉണ്ടായിരുന്നു. യെസ്, ഇതാണ് അവസ്ഥ. നമുക്ക് ലാസ്റ്റുള്ളൊരു ട്രെയിനും കൂടി വരാനുണ്ട്. പ്രശ്നമൊക്കെ
മറ്റേ ആളൊക്കെ എന്തായാലും നമ്മളോട് മാത്രം എന്താ ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ എവിടെ ഇരുന്നാലും എവിടെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർ വന്നിട്ട് നമ്മളോട് കോലം കണ്ടിട്ടാന്ന് അറിയില്ല. പക്ഷെ ചളിയായിട്ടൊന്നും കാണുന്നൊന്നുമില്ല, നാട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. 4 ദിവസമൊക്കെ ട്രെയിനിൽ എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത് ആ സംഭവം തന്നെയാണ്. ഇപ്പം നമുക്കൊരു ട്രെയിനും കൂടി വരാണ്ട് ലഖിംപൂരിലേക്ക് പോകാനായിട്ട്, നോർത്ത് ലഖിംപൂരിലേക്ക് നമ്മളെ ഭാസ്കറിൻ്റെ വീട്ടിലോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ട്രെയിനാണ് ഇത്. കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാളെ മറ്റന്നാളായിട്ടായിരിക്കും അവിടെ നിന്ന് പിന്നെ സൈക്കിളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ട്രെയിൻ എത്ര മണിക്കൂറാണ് ലേറ്റ്? 4 മണിക്കൂർ. 4 മണിക്കൂറാട്ടോ ട്രെയിൻ ലേറ്റ്. നമ്മളിങ്ങനെ ട്രെയിനും കാത്തുക. ഈ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്കുള്ളൂ. ലാസ്റ്റ് ട്രെയിൻ, അവർ ലാസ്റ്റ് ട്രെയിൻ. നമ്മൾ അടുത്ത ട്രെയിൻ നോർത്ത് ലഖിംപൂരിലേക്ക്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആവരുന്ന് പറയുന്നത് അതുപോലെ കേട്ടോ. 4 മണിക്കൂർ താമസിച്ചുകൊണ്ട് ആളും മനുഷ്യനും ഇല്ലാത്ത ട്രെയിൻ. ഇതാ ബർത്തൊക്കെ കാലി, എല്ലാവരും വേറെ ട്രെയിൻ കയറി പോരാട്ടോ. എനിക്ക് ഫുള്ള് കാലി. ഇതുപോലെ 3 ബോഗിയാണ് ജനറൽ ഉള്ളത്. ഇതിൻ്റെ അത് കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇത്ര ആൾക്കാരെ ഈ ബോഗീൻ്റെ അകത്തുള്ളൂ. ഇങ്ങനത്തെ 3 ബോഗിയുണ്ട്, ഫുള്ള് കാലി. ഹാപ്പി ആയോ? നീ എന്തായിരുന്നു പറഞ്ഞേ? ഞാൻ പറഞ്ഞ ടിക്കറ്റ് ഇല്ല നിങ്ങളോട്. അല്ല ടിക്കറ്റ് അല്ല, 5 മണിക്കൂർ നിന്ന് വേണ്ടി വരും. അപ്പോൾ പറഞ്ഞ കാര്യം ഇവിടെ ഫുള്ള് കാലിയാട്ടോ. എവിടെ മണിയും കിടക്കാം, ഇവിടെ കിടക്കാം, ഇതിന്റെ മുകളിൽ കിടക്കാം. 4 മണിക്കൂർ ലേറ്റായ ട്രെയിനാണ് ഗൈസ്. പിന്നെ എന്താളും കയറാനാ? എന്തായാലും നോക്കി നോക്കാം. ചിലപ്പോൾ കയറാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അതന്നെ ധാരാളം. ഈ ട്രെയിൻ വൺ ഷോളാട്ടോ, ഭയങ്കര ലാൻഡിങ്. കുറേ സമയം എത്ര നേരം അറിയാം. നമ്മൾ ശരിക്കും ഒരു 8:30-9 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും നോർത്ത് ലഖിംപൂരിൽ എത്തേണ്ടതാണ്. പക്ഷേ ഇന്ന് നിർത്തും. പിന്നെ കുറേ നേരം നിർത്തിയില്ല, അങ്ങനത്തെ രീതിയില്ല. ഇവിടെ ആകെ 2-3 പിള്ളേർ മാത്രമേ ഉള്ളൂ. 3-4 തോന്നുന്നു. വേറെ ആരെയും കാണാനൊന്നുമില്ല. ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നിരിക്കുന്നതാണ് ഇടയ്ക്കെടുത്ത്. എനിക്ക് നോക്കാൻ പോവാ, അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നിരിക്കുക. പിന്നെ ബേക്കിൽ അപ്പുറത്തെ ബോഗിയിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ഞങ്ങളെ നിൽക്കുന്നതിൻ്റെ നേരെ അപ്പുറത്തെ സ്ഥലത്ത് 2-3 ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കിയൊക്കെ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും 2 സ്റ്റോപ്പും കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ നമ്മൾ നോർത്ത് ലഖിംപൂരിൽ എത്തും. എത്ര നേരം അറിയാമോ? അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ഓൾറെഡി 4 മണിക്കൂർ ലേറ്റാണ്. പിന്നെ പിടിച്ചിട്ട് മനുഷ്യനെ വട്ടായി പോകൊണ്ടിരിക്കുക. എന്തായാലും നമുക്ക് നോക്കിയാലോ. നമ്മളെ സ്റ്റോപ്പർത്താണ് കേട്ടോ. മഴയാണ് പുറത്ത് നല്ല രീതിയിലാണ്. കാണുന്നുണ്ടോന്ന് അറിയില്ല, നല്ല മഴയാട്ടോ. ഇനി ഇവിടെ വണ്ടി കിട്ടുമോ ഇന്ന് എങ്ങനെയാണ് അവസ്ഥ ഒന്നും അറിയില്ല. ഇവിടെ ഒന്നും ആളില്ല. ഞാനും 5 ബാഗിലെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് പറ്റി 5 മഴയത്താട്ടോ നമ്മൾ വന്ന് വിട്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാരും മഴയത്ത് നനഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. സീന്. അയ്യോ, ഇനി ഓട്ടോ കിട്ടുമെന്ന് നോക്കണം. കുറേ ആൾക്കാരുടെ കൊണ്ട് എനിക്ക് തോന്നുന്നത് ഓട്ടോറിക്ഷയൊക്കെ കാണുന്നതാണ്. മഴ ഇവിടുന്ന് പോകുമ്പോഴും മഴ, വന്നപ്പോഴും മഴ. എന്താ പറയുക, ഇവിടെ മഴ നിൽക്കുന്നില്ല. നാട്ടിലാണെങ്കിൽ ഒടുക്കത്തെ ചൂട്. ഇന്നൊരു ഓട്ടോ കിട്ടിയിട്ട് ഓട്ടോയിലാട്ടോ പോകുന്നത്. ഒരാൾക്ക് 50 രൂപയാണ്. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഇതാ ഇവിടുന്ന് ഫുഡ് കഴിക്കട്ടെ. ചോറും അതുപോലെ തന്നെ മീൻകറിയും അച്ചാറ് ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഭാസ്കറിൻ്റെ വീട്ടിലാട്ടോ. ഭാസ്കറിൻ്റെ അമ്മയാണിത്. അപ്പോൾ ഞങ്ങൾ ഫ്രഷൊക്കെ ആയിട്ടുണ്ട്. ഇനി വേഗം കഴിച്ചിട്ട് ഉറങ്ങട്ടെ. 12 തെങ്ങാനായി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കേട്ടോ ട്രെയിൻ യാത്ര. ഉച്ചയായി ശരിക്കും. ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ലോണം ഉറങ്ങിയത് ഇന്നലെ രാത്രി മാത്രം കേട്ടോ. എത്ര നേരം ഉറങ്ങിയെന്ന് അറിയില്ല. 10-10:30 എണീക്കുമ്പോൾ ഭാസ്കർ ഇതുവരെ വന്നിട്ടില്ല. വൈകുന്നേരം എത്തുള്ളൂ. അപ്പോൾ അവൻ്റെ വീട്ടിൽ തന്നെയാണ് നമ്മളുള്ളത്. ഞങ്ങൾ നല്ല മഴയാട്ടോ. മഴക്കാറ് ഞാൻ കാണിച്ചു തരാം. ആണ് അവൻ്റെ വീട്. ഇതിന് മുമ്പ് ഞാൻ ഇവിടെ തന്നെയായിരുന്നു നിന്നത്. ലാസ്റ്റ് കുറേ വീടുണ്ട്. ഇത് ഞങ്ങൾ പോകുന്ന നേരം കുഞ്ഞായിരുന്നു കേട്ടോ. ജനിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വലുതായി. ഭാസ്കറിൻ്റെ അമ്മ എന്തോ പറിച്ചുകൊണ്ടിരിക്കുക. കർമൂസയാന്ന് തോന്നുന്നുണ്ട്. കർമൂസ പറിക്കുക കേട്ടോ. ഇതാണ് അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ.
അപ്പം നമ്മൾ വന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി കാഴ്ചയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ട്രെയിൻ നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടില്ലേ. ദുരന്ത യാത്ര എന്നല്ല, എനിക്ക് വലിയ ദുരന്തമൊന്നുമില്ല. കാരണം സ്ലീപ്പറിൽ വരുന്നതിനെക്കാട്ടി നല്ല രീതിയിലാണ് ഞാനും ജനറലിൽ വന്നിട്ടുള്ളത്. ഇവള് 3 AC സഞ്ചരിക്കുള്ളൂ. ഞാൻ പിന്നെ മേളെ ഇരിക്കുന്നേരം പിന്നെ ചാടി ഇറങ്ങണ്ടേ. അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടോട്ടൽ ചിലവായ എത്രയാണെന്ന് ഫസ്റ്റ് തന്നെ എനിക്ക് കൊല്ലത്ത് നിന്ന് എവിടത്തേക്കായിരുന്നു, താമ്പരം വരെ 255 രൂപ. താമ്പരത്ത് നിന്ന് ഹൗറ വരെ 470, 250, 670, 725, പിന്നെ ഒരു 5, 730 ഹൗറ വരെ. ഹൗറയിൽ നിന്ന് 250 റുപ്യായി. 720, 820, 870, പിന്നെ ലാസ്റ്റ് ഒരു 100, 150, 100, 900, 1000 റുപ്യേൻ്റെ അടുത്ത് വരെ ഒരാൾക്ക് ടിക്കറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും കൂടി 2000 ടിക്കറ്റ് ആയിട്ടുണ്ട്. ശരിക്കും സ്ലീപ്പർ എടുത്താൽ വരാനൊക്കെ പറ്റും. സ്ലീപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി അബദ്ധമാട്ടോ ട്രെയിന്. ബാത്റൂം ആണെങ്കിൽ എല്ലാം ഇതിനേക്കാൾ ഭയങ്കര കയറി നിൽക്കാൻ പോലും പറ്റൂല, ഭയങ്കര അബദ്ധമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. സാധാരണ അങ്ങോട്ട് പോയത് ഇതേപോലെ തന്നെയായിരുന്നു അല്ലേ. പക്ഷെ നമുക്ക് നല്ല സുഖമായിട്ട് രാത്രിയൊക്കെ കിടന്നുറങ്ങാനൊക്കെ പറ്റും. ആകെ ഫസ്റ്റ് ചെന്നൈയിലേക്കുള്ള പോക്ക് മാത്രമായിരുന്നു വലിയ ഇതില്ലാന്നിരുന്നത്. ബാക്കി മൊത്തം നല്ല രീതിയിൽ കിടന്നുറങ്ങി സെറ്റായിട്ട് ഇവിടം വരെ വന്ന് ജനറലിലൊക്കെ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ അടിപൊളി യാത്രയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെ ഇനി സൈക്കിൾ ചവിട്ടുന്ന യാത്രയും പിന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് സൈക്കിൾ യാത്രയ്ക്കായിരുന്നു തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ അതിൻ്റെ യാത്രയിലേക്ക് കാണുന്നവരെങ്കിലും ബൈ.